നമസ്കാരം. കേരളത്തിൽ വൻ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കേരളീയ സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ സുപ്രീം കോടതിയുടെ നിർണായകമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ജയശ്രീ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ അതിനിശിതമായ ഉത്തരവിട്ടുകൊണ്ടാണ് സുപ്രീം കോടതി ഇപ്പോൾ കടുത്ത നിലപാട് അറിയിച്ചിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് SIT അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രതികളും, അത് കേസിൽ പ്രതികളെന്ന് കണ്ടെത്തി SIT അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രതികളും സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യം തേടി എത്തേണ്ടതില്ല, അത് ഒരു കാരണവശാലും പരിഗണിക്കുന്നതല്ല എന്ന് അസന്നിഗ്ധമായി കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. നിങ്ങൾ ദൈവത്തെ പോലും കട്ട് വിറ്റിരിക്കുന്നു. ദൈവത്തിന്റെ ശ്രീകോവിലിന്റെ മുറ്റത്ത് സ്ഥാപിച്ചിരിക്കുന്ന കൊടിമരത്തിലെ സ്വർണം വരെ നിങ്ങൾ അടിച്ചു മാറ്റിയിരിക്കുന്നു. ഇത് പത്രവാർത്തയിലൂടെ ഞാൻ കണ്ടത് അറിഞ്ഞതാണ്. അക്ഷരാർത്ഥത്തിൽ ഇത് വായിച്ച് ഞാൻ ഞെട്ടിപ്പോയി എന്നാണ് സുപ്രീം കോടതി ജഡ്ജി ജയശ്രീയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന അവസരത്തിൽ തുറന്നടിച്ചത്. തികച്ചും വൈകാരികമായ പ്രകടനം തന്നെയായിരുന്നു ജഡ്ജിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. സുപ്രീം കോടതിയിൽ ഇനി ശബരിമല സ്വർണ്ണക്കൊള്ള പോലുള്ള അതീവ ഗുരുതരമായ ഗൗരവതരമായ വിഷയങ്ങളിൽ പ്രതികളെന്ന് SIT കണ്ടെത്തിയ ആളുകൾ കേസിൽ തീരുമാനമാകുന്നതിന് മുൻപായിക്കൊണ്ട് മുൻകൂർ ജാമ്യം തേടി സുപ്രീം കോടതിയിൽ വരേണ്ടതില്ല എന്ന് കോടതി സ്പഷ്ടമായി വ്യക്തമാക്കിയിരിക്കുന്നു. ദൈവത്തെ പോലും അടിച്ചു മാറ്റാൻ നിങ്ങൾ മടി കാണിച്ചില്ല എന്നാണ് പറഞ്ഞത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ സ്വർണ്ണക്കൊടിമരത്തിലെ സ്വർണം വരെ നിങ്ങൾ അടിച്ചു മാറ്റിയില്ലേ എന്ന സുപ്രീം കോടതി ജഡ്ജിയുടെ ഭാഗത്തു നിന്നും ചോദ്യം ഉയർന്നപ്പോൾ ജയശ്രീക്ക് വേണ്ടി ഹാജരായ സുപ്രീം കോടതിയിലെ അഭിഭാഷകൻ പറഞ്ഞത് ആ കേസ് നടക്കുന്ന സമയത്ത് അന്ന് ജയശ്രീ ഇല്ല എന്ന് തന്നെയാണ്. അതെന്ത് തന്നെയായാലും ജയശ്രീക്ക് ഒരു കാരണവശാലും മുൻകൂർ ജാമ്യം അനുവദിക്കില്ല എന്ന് തന്നെയല്ല, ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് SIT പ്രതികൾ എന്ന് ആരോപിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരാൾക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യം അനുവദിക്കുന്നതല്ല എന്ന് കൂടി കോടതി എടുത്തു പറയുമ്പോൾ കോടതി എത്രത്തോളം കടുത്ത നിരാശയും വിദ്വേഷവുമാണ് ഈ കേസിൽ കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ദൈവത്തെ പോലും, ദേവാലയങ്ങളിൽ പോലും കവർച്ച നടത്തുന്ന ആളുകളെ ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത നിലയിലേക്ക് മാറിയിരിക്കുന്നു എന്നാണ് കോടതി ചൂണ്ടിക്കാണിച്ചതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ തരുണത്തിൽ മറ്റൊരു കാര്യം കൂടി കോടതി നിരീക്ഷിക്കുകയുണ്ടായി. ജയശ്രീയുടെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട്, SITയുടെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് നിലവിലുള്ള ഉത്തരവ് അത് നീട്ടിക്കൊടുക്കുകയുണ്ടായി. കാരണം ജയശ്രീക്ക് അസുഖങ്ങൾ പലതുണ്ട്, ഇതിന് ചികിത്സ തേടേണ്ടതുണ്ട്, പ്രായാധിക്യമുണ്ട്, അതുകൊണ്ട് അറസ്റ്റ് ചെയ്യരുത് എന്ന്, അറസ്റ്റ് തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നേടിയ ആ സ്റ്റേ വീണ്ടും നീട്ടിക്കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് SIT അറസ്റ്റ് ഉണ്ടാകില്ല എന്നുള്ളത് ഉറപ്പുവരുത്താൻ സാധിക്കും 2 ആഴ്ചത്തേക്ക് കൂടി. എന്നാൽ SITയുടെ മുമ്പിൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ജയശ്രീക്ക് വീണ്ടും നോട്ടീസ് അയച്ചിട്ടുണ്ട്, ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കാണിച്ചുകൊണ്ട് നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ തരുണത്തിൽ കേരളത്തിലെ ചില അപജയങ്ങളെക്കുറിച്ച്, അല്ല എന്നുണ്ടെങ്കിൽ അപര്യാപ്തതകളെക്കുറിച്ച് സുപ്രീം കോടതി വാക്കാൽ നിരീക്ഷിക്കുന്ന കാഴ്ചയും വളരെ കൗതുകമുണർത്തി. അതായത് സ്വതന്ത്രമായ ഭരണഘടനയും ജനാധിപത്യ സംവിധാനവും നിലവിൽ വന്ന അന്ന് മുതൽ കേരളം മാറി മാറി 2 മുന്നണികളും ഭരിക്കുകയുണ്ടായി. എന്നിട്ടും ഉയർന്ന ചികിത്സാ സംവിധാനങ്ങളുള്ള എയിംസ് പോലുള്ള ആശുപത്രി എന്തുകൊണ്ടാണ് കേരളത്തിന് ഇല്ലാതെ പോയത് എന്ന് പറയാതെ പറയുകയായിരുന്നു കോടതി. ജയശ്രീക്ക് പ്രായാധിക്യം മൂലമുള്ള ചികിത്സകൾ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എയിംസ് പോലുള്ള അതിവിദഗ്ധ ചികിത്സാ സൗകര്യങ്ങളുള്ള ആശുപത്രിയിൽ ചികിത്സ ഏർപ്പാടാക്കാം എന്ന് കോടതി പറഞ്ഞു. അതിനുള്ള സൗകര്യം നിയമപരമായി നിങ്ങൾക്ക് ഏർപ്പാടാക്കി തരാം. കേരളത്തിൽ എയിംസ് ഉണ്ടോ എന്നാണ് സുപ്രീം കോടതി ജഡ്ജി ചോദിച്ചത്. അക്ഷരാർത്ഥത്തിൽ കേരളം മാറി മാറി ഭരിച്ച ഭരണകർത്താക്കൾക്ക് മുഖമടച്ച് കിട്ടിയ അടി തന്നെയായിരുന്നു ഇത്. കക്ഷി രാഷ്ട്രീയത്തിൽ പരസ്പരം വൈരാഗ്യം പരത്തുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോർവിളി നടത്തിക്കൊണ്ട് സംസ്ഥാനം ഭരിച്ചു കൊണ്ടുപോകുമ്പോൾ സംസ്ഥാനത്തിന്റെ അടിസ്ഥാനപരമായ വികസന കാര്യങ്ങളിൽ ശ്രദ്ധയൂന്നാതെ ഭരിച്ച ഭരണാധികാരികൾക്ക് നേരെയുള്ള ചോദ്യം തന്നെയായിരുന്നു സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത് എന്ന് പല നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ സുപ്രീം കോടതി ഒരു ഭരണാധികാരിയെയും എടുത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞില്ല കേരളത്തിൽ എയിംസ് ഇല്ലാത്തത് കുറ്റമാണ് എന്ന രീതിയിൽ സുപ്രീം കോടതി പരാമർശിച്ചിട്ടില്ല. എന്നാൽ കേരളത്തിൽ എയിംസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കേരളത്തിൽ ദൈവത്തെ പോലും കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നു, ദൈവത്തിന്റെ ശ്രീകോവിലിന് മുന്നിൽ നിൽക്കുന്ന സ്വർണ്ണ കൊടിമരത്തിലെ സ്വർണ്ണം അടിച്ചു മാറ്റുന്നു, ശ്രീകോവിലിലെ ഉമ്മറക്കട്ടുള്ള പടിവാതിലെ സ്വർണ്ണം അടിച്ചു കൊണ്ടുപോകുന്നു, ശ്രീകോവിലിന് ഇരുവശത്തും സ്ഥിതി ചെയ്യുന്ന ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാടികൾ ഇളക്കിക്കൊണ്ടുപോയി വിറ്റ് കാശാക്കുന്നു, താഴികക്കുടം പോലും അടിച്ചുകൊണ്ടുപോയി വിറ്റ് കാശാക്കുന്നു. എന്നാൽ കേരളത്തിന് ജനങ്ങൾക്ക് സൗകര്യപ്രദമായ ഉയർന്ന ചികിത്സാ സൗകര്യം ലഭ്യമായ എയിംസ് പോലുള്ള ആശുപത്രി ഉണ്ടോ എന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യം
കേരളം മാറി മാറി ഭരിച്ച മുന്നണികൾക്കെല്ലാം ഉള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ്. അല്ല എന്നുണ്ടെങ്കിൽ അവരുടെ മുഖത്ത് നോക്കി സുപ്രീം കോടതി ചോദിച്ച അതിനിശിതമായ ഒരു ചോദ്യം തന്നെയാണ്. ജനാധിപത്യ വ്യവസ്ഥയിൽ, ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന രാജ്യത്ത് പൊതുജനാരോഗ്യത്തെ കണക്കിലെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് മികവുറ്റ ചികിത്സാ സമ്പ്രദായം ലഭ്യമാക്കുന്ന എയിംസ് പോലുള്ള ഒരു ആശുപത്രി, ഒരു ആതുരാലയം കേരളത്തിനുണ്ടോ എന്ന് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നു. ഇത് അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ സാമൂഹ്യ പ്രവർത്തകരെയും ആരോഗ്യ പ്രവർത്തകരെയും രാഷ്ട്രീയ പ്രവർത്തകരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കടുത്ത നിലപാടെടുത്തിരിക്കുന്നു സുപ്രീം കോടതി. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ആ കേസുമായി ബന്ധപ്പെട്ട് SIT രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുന്ന ആളുകൾ മുൻകൂർ ജാമ്യം തേടി ആരും തന്നെ സുപ്രീം കോടതിയിലേക്ക് വരേണ്ടതില്ല. ഈ ഒരു വിഷയം എടുത്ത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് സുപ്രീം കോടതിയുടെ ഗേറ്റ് കടന്നകത്തേക്ക് വരേണ്ടതില്ല എന്നൊരു സന്ദേശം തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്നത്. കടുത്ത ഭാഷയിൽ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയെ സുപ്രീം കോടതി വിമർശിച്ചിരിക്കുന്നു. എന്നാൽ കേരളത്തിൽ എയിംസ് ഉണ്ടോ എന്ന് സുപ്രീം കോടതി ചോദിച്ചത് അടിവരയിട്ട് കേരളത്തിലെ ഭരണാധികാരികൾ മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ്.